ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇത് പുളിയിഞ്ചിയാണ്. അപ്പോൾ ഓണസദ്യക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. നമുക്കിത് ഏറെ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. എല്ലാവരും ഇത് തയ്യാറാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ പെട്ടെന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തെല്ലാമെന്ന് നോക്കാം. ഒരു 150 ഗ്രാം ഇഞ്ചി കഴുകി വൃത്തിയാക്കിയിട്ട് അത് വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പിഴുപുളി എടുത്തിട്ടുള്ളത് അതൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി നന്നായിട്ട് വെള്ളത്തിൽ ഞെരടിയെടുത്തത്. അത് കൊന്തെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി നല്ല ക്ലിയർ വെള്ളമായിരിക്കണം കേട്ടോ. പിന്നെ പച്ചമുളക് ഒരു 3 എടുത്തിട്ടുണ്ട്. അത് വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് കരിപ്പെട്ടിയാണ്. കുറച്ച് ചീകി എടുത്തിട്ടുണ്ട്. അപ്പോൾ കരിപ്പെട്ടി ഇല്ലെങ്കിൽ ശർക്കര വേണമല്ലോ ഉപയോഗിക്കുക കേട്ടോ. ആദ്യം നമുക്ക് ഈ ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്നും മൂത്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്നും മൊരിഞ്ഞ് വന്നാൽ മതി. നമുക്ക് ഇതൊന്ന് മിക്സിക്കകത്തൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ ഇതേപോലെ വറുത്തെടുക്കാതെ മിക്സിക്കകത്ത് പൊടിച്ചെടുത്താൽ ചതഞ്ഞ് നീരെല്ലാം വെളിയിൽ വരും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇത് മാറ്റിയിട്ട് നമുക്കിത് ആറിയ ശേഷം മിക്സിയിൽ തരിതരാന്നൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ വറുത്ത എണ്ണയിൽ ഞാൻ കുറച്ച് എടുത്ത് മാറ്റിയ ശേഷം അതിലേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. ആ കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പിലയും അതേപോലെ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളകും നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 3 ചേർത്ത് കൊടുത്തത്. എരിവില്ലാത്തതാണെങ്കിൽ അത് കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് ഇതിലേക്ക് വഴറ്റിയെടുക്കാം. നന്നായിട്ട് മൂത്തിട്ടൊന്നുമില്ലല്ലോ ഇഞ്ചി, എന്നാലും ചെറിയ വെള്ളമയം ഉണ്ട് ഇഞ്ചിയിൽ. ആ വെള്ളമയം ഒന്ന് മാറും വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും എല്ലാം നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു 1.5 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നാലേ ഇത് കേടാകാതെ ഇരിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചീക്കി വെച്ച കരിപ്പെട്ടി ചേർത്ത് കൊടുക്കാം. കരിപ്പെട്ടി ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ശർക്കര ചേർത്താലും മതി കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നന്നായിട്ട് കുറുകി വരും കേട്ടോ. കുറുകി വരുമ്പോൾ എണ്ണയും തെളിഞ്ഞ് വരും. അപ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. വളരെ കാലം കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും. നമുക്കത് സദ്യക്ക് വിളമ്പാൻ മാത്രമല്ല, അല്ലാതെയും നമുക്ക് വേറെ കറികളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെയും ഇതും കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഹാപ്പി ഓണം.